Hi guys! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീറ്റ്റൂട്ട് ജെല്ലിന്റെ റെമഡി ആയിട്ടാണ് ട്ടോ. ഈ ഒരു ബീറ്റ്റൂട്ട് ജെൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും അപ്ലൈ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന പാടുകളും ചുളിവുകളും എല്ലാം റിമൂവ് ആയി നിങ്ങളുടെ ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ ഒരു ബീറ്റ്റൂട്ട് ജെല്ല് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഏകദേശം നമുക്കൊരു 5 അല്ലെങ്കിൽ 7 ദിവസം വരെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാം. അതിൽ കൂടുതൽ ദിവസം നമുക്ക് ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ബയോ എൻസൈം ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 2 വീക്സ് വരെയൊക്കെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാം പറ്റും. ഫ്രിഡ്ജിനകത്ത് വെച്ച് തന്നെ കേട്ടോ. ബയോ എൻസൈമിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് ഞാനൊരു പോസ്റ്റ് ഷെയർ ചെയ്തായിരുന്നു. നമ്മുടെ പഴയൊരു വീഡിയോയുടെ ലിങ്കാണ് കേട്ടോ. പഴയ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്. പേഴ്സണലായിട്ടും അതല്ലാതെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടും വന്ന് ചോദിച്ചിട്ടുള്ള കാര്യമാണ് നമുക്ക് എങ്ങനെ കൊമേഴ്ഷ്യലി കിട്ടുന്ന ആലോവേര ജെല്ല് വീട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് ഞാൻ മുന്നേ ചെയ്തതാണ്, ഒരു 1.5 വർഷം മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ബിസിനസ്സൊക്കെ തുടങ്ങി പകുതി ആയ ശേഷമാണ് ഞാനത് പ്രൈവറ്റാക്കി വെച്ചത്. അപ്പോൾ ഒരുപാട് നാളെ ഞാനത് പബ്ലിക് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇറങ്ങിയ ശേഷമാണ്, അതും ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് ഞാനത് പ്രൈവറ്റാക്കി വെച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രൈവറ്റ് മോഡ് എടുത്ത് വിട്ട് പബ്ലിക് മോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് ഞാൻ തമ്പനയിൽ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് മലയാളത്തിൽ ഇതാദ്യമായി എന്നാണ് ഞാൻ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത് ആലോവേര ജെൽ മേക്കിങ്ങിൻ്റെ. അപ്പോൾ അത് നിങ്ങൾ ഇന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം ഇതുപോലത്തെ വീഡിയോ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ തമ്പനയിൽ ഇട്ടെന്നും പറഞ്ഞിട്ട് കമൻറ്റ് പറയാൻ വരണ്ട. അപ്പോൾ അതിന് വേണ്ടി മുൻകൂർ ജാമ്യം എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് 1.5 വർഷം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് ചെയ്യുന്ന സമയത്ത് മലയാളത്തിൽ ഒറ്റ കുഞ്ഞു പോലും ഈ വീഡിയോ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാനായിരുന്നു ഫസ്റ്റ് ഈ ഒരു വീഡിയോ കൊണ്ടുവന്നത്. അതെങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ഞാനാണ് ഫസ്റ്റ് മലയാളത്തിൽ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ആ ഒരു തമ്പനയിൽ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിട്ട് ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് പേര് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് ഈ ഒരു തമ്പനയിൽ കണ്ട് ഇതാവാൻ നിൽക്കരുത്. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ, കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ഈ ഒരു ബീറ്റ്റൂട്ട് ജെൽ എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ളത്. ബീറ്റ്റൂട്ട് ജെൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ബീറ്റ്റൂട്ട് തന്നെയാണ്. അപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ തോല് കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്യുക. ഒരു മീഡിയം സൈസിലെ ബീറ്റ്റൂട്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് കഴുകി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ നമുക്കതങ്ങ് മിക്സി ബൗളിനകത്തിട്ടങ്ങ് ജ്യൂസാക്കി കൊണ്ടുവരണം. ജ്യൂസ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അതിനകത്തുള്ള പിശടൊന്നും നമുക്ക് വേണ്ട. ജസ്റ്റ് അരിപ്പ് ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ജ്യൂസാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ആ ഒരു കാണുന്ന ബൗളിനകത്ത് ഒരു ഹാഫ് ബൗളോളം നമുക്ക് ഈ ഒരു ബീറ്റ്റൂട്ട് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളാണ് ഇതിൻ്റെ മെയിൻ ഈ ഒരു ബീറ്റ്റൂട്ട് ജ്യൂസിനെ ജെല്ലാക്കി മാറ്റുന്നത്. സാധാരണയായിട്ട് നമ്മൾ കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ ജ്യൂസ് എടുത്ത് ആലോവേര ജെൽ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കൂവക്കിഴങ്ങിൻ്റെ പൗഡറാണ് കേട്ടോ. കൂവപ്പൊടി, ആരോറൂട്ടിൻ്റെ പൗഡർ എന്ന് പറയില്ല, ആ ഒരു പൗഡറാണ് നമ്മൾ ഇന്ന് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ആരോറൂട്ടിൻ്റെ പൗഡർ വെച്ചിട്ട് ഞാൻ ഇപ്പോഴൊന്നല്ല മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞു ബേബികൾക്ക് ഉണ്ടാക്കുന്ന പൗഡറിനെ പറ്റിയിട്ട് കേട്ടോ. പൗഡർ, ഈ ആരോറൂട്ടിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കുട്ടികൾക്കുള്ള പൗഡർ ഉണ്ടാക്കി എടുക്കാമെന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ആരോറൂട്ടും നമ്മുടെ കോൺ സ്റ്റാർച്ചും എസൻഷ്യൽ ഓയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നോക്കി മേടിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് വേണം കുട്ടികൾക്കുള്ള പൗഡർ ഉണ്ടാക്കി എടുക്കാനായിട്ട്. സൂപ്പറാണ്. നമുക്ക് നമ്മുടെ കൊമേഴ്ഷ്യലി മേടിക്കുന്ന പൗഡർ അടക്കം നമ്മുടെ ഈ ഒരു പൗഡർ മുന്നിൽ മാറി നിൽക്കേണ്ടി വരും കേട്ടോ. യാതൊരു വിധത്തിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഇല്ലാതെയാണ് ഞാൻ ആ ഒരു പൗഡർ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കോംബോയാണത്. ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഒത്തിരി പഴയ വീഡിയോ ആണ്, ആരും കണ്ട് ചിരിക്കരുത്. ഓക്കെ, അതിലത്തെ എൻ്റെ വോയിസ് കേട്ട് ചിരിക്കരുതേ. അപ്പോൾ ഞാൻ അതിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ആ ഒരു കൂവപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ കൂവക്കിഴങ്ങിൻ്റെ പൗഡറാണ് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പറയുമ്പോൾ ഏകദേശം ഒരു 5 ഗ്രാമോളം വരുന്നുണ്ട്. നമ്മുടെ ജ്യൂസ് 100 ഗ്രാമാണ് നമുക്ക് ജ്യൂസ് കിട്ടിയിരിക്കുന്നത്. ഹാഫ് കപ്പ്. ഓക്കെ, ഗ്ലാസ് അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം ജ്യൂസും സ്പൂണ് നമ്മുടെ 5 ഗ്രാമിൻ്റെ ആ ഒരു സ്പൂണാണ് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൂവക്കിഴങ്ങിൻ്റെ പൗഡർ. ഇതിന് നല്ല രീതിക്ക് മിക്സ് ആക്കുക. മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് അങ്ങ് ഓൺ ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതങ്ങ് കുറുക്കി കൊണ്ടുവരാനായിട്ട്. ഓക്കെ, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ കുറുക്കി വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കൂവക്കിഴങ്ങിൻ്റെ പൗഡറും ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും കൂടി ചേർന്ന് നമുക്ക് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മളിത് കുറുക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് തണുത്ത് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ജെൽ പരുവായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിക്ക് കുറുക്കി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ടിട്ട് തണുക്കാനായിട്ട് സമയം കൊടുക്കാം. തണുത്ത് വരുമ്പോൾ
കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു തിക്കായിട്ട് നമുക്ക് ഫീൽ ആവുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല തണുത്തതിന് ശേഷം ഞാനിത് വേറൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിനകത്തേക്ക് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ ഇതിനകത്തേക്ക് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ആലുവേര ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്ലിസറിൻ ആഡ് ചെയ്യാം, ഓയിൽസ് ആഡ് ചെയ്യാം, എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യാം, സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇതിനകത്തേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇത് ചെയ്തില്ലെങ്കിലും നമ്മൾ ഇതേ മെത്തേഡിൽ ഫോളോ ചെയ്ത് വരികയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. നമ്മുടെ ഫേസിലുണ്ടാവുന്ന പാടും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ ഫേസ് നാൾക്ക് നാൾ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ബ്രൈറ്റ് മാത്രമല്ല, നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ഗ്ലോ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജെല്ല് ഫ്രിഡ്ജിനകത്ത് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. മാക്സിമം നിങ്ങളിത് രാത്രി കിടക്കുന്നതിന് മുന്നേ വേണം ഇത് അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ വേണം ഇത് കഴുകിക്കളയാനായിട്ട് കേട്ടോ. നമ്മൾ കോൺസ്റ്റാർച്ച് ഉപയോഗിച്ചുണ്ടാക്കുന്ന സമയത്ത് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പീല് പോലെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ആ ഒരു ഇത് തന്നെ നമുക്ക് വരുന്നില്ല. ഒട്ടും ഗ്രീസി ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പീൽ ചെയ്യുന്ന ഫീലായിട്ടോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വിടുന്നു അതേപോലെ തന്നെ ഇരിക്കുക. ഒരു ഫേസിൽ നമുക്ക് ഒരു ഇറിറ്റേറ്റിങ്ങോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു കൂവപ്പൊടിയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കോൺസ്റ്റാർച്ചും നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട്. ഞാൻ നല്ലതല്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിക്ക് നല്ലൊരു ആ ഒരു ജെൽ ടെക്സ്ചർ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൂവപ്പൊടി തന്നെയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് തന്നെ ആയിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് കൊമേഴ്ഷ്യൽ ഈ ഒരു ആരോറൂട്ടിൻ്റെ പൗഡർ കഴിക്കാനാണെങ്കിലും കോസ്മെറ്റിക്കിലാണെങ്കിലും ഒത്തിരി നല്ല ഓർഗാനിക് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഇത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് കുറേ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, അതിനകത്ത് വേറെയും കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വേറൊരു ഫോർമുലേഷനിലാണ് അവർ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇന്ന് കാണിക്കുന്ന മെത്തേഡിലേ അല്ല, വേറൊരു രീതിക്കാണ് അവർ ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ടും കോൺസ്റ്റാർച്ചിനെക്കാളും ബെറ്റർ ഈ ഒരു കൂവക്കിഴങ്ങിൻ്റെ പൗഡർ തന്നെയായിരിക്കും. കോൺസ്റ്റാർച്ച് ഉപയോഗിച്ചവർക്ക് അറിയാം, അത് നമുക്ക് ഫേസിൽ ഇങ്ങനെ പീൽ ചെയ്തിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ആവും. പക്ഷേ ആ ഒരു പ്രശ്നം നമ്മുടെ ഈ ഒരു കൂവക്കിഴങ്ങിൻ്റെ പൗഡർ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം തന്നെ ഇവിടെ വരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ട് മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.